കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സമൃദ്ധിയുടെ വിഷയവും കാരണത്തിന്റെ ഈദും ത്യാഗത്തിന്റെ ഈസ്റ്ററും ദിവസങ്ങളിലെ അഖിലത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ ആഘോഷത്തിലെ ആചാരങ്ങളും എല്ലാ മനുഷ്യരും ഒരുപോലെ ഹൃദയത്തിലെത്തുന്ന ഒരു സുന്ദരമായ കാഴ്ചയുണ്ട് കേരളത്തിൽ. തൻ്റെ വീട്ടുമുറ്റത്തെ കണിക്കുന്ന പൂക്കൾ തട്ടി താഴെയിടാതെ അപ്പുറത്തെ വേലായുധൻ ചേട്ടന് വേണ്ടി കാത്തുവെക്കുന്ന നമ്മുടെ തോമസ് ഏട്ടനും നബീസ്തയുടെ ഈ മധുരപലഹാരങ്ങൾ വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ഗേറ്റിലേക്ക് കണ്ണയക്കുന്ന ലളിത ചേച്ചിയുടെ കുട്ടികളും അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിഷുക്കട്ടയും വിഷുക്കഞ്ഞിയും വരാനെത്ര താമസിക്കുമെന്ന് വേവലാതിപ്പെടുന്ന മേരി ശിശുവുമൊക്കെ ചേരുമ്പോഴാണ് നമ്മുടെ കേരളം കേരളമാവുന്നത്. പൊലിക പൊലിക ദൈവമേ തൻ നെൽപ്പൊലിക എന്ന പുളുവ പാട്ടിലെ പ്രാർത്ഥനയോട് ഏവർക്കും റേഡിയോ പ്രിയറിന്റെ വിഷു ഈദ് ആശംസകൾ. ഇന്ന് മേഡം 1 ഞായറാഴ്ച, രാവും പകലും തുല്യമായി വീതിക്കപ്പെട്ട ദിവസം. ഞാൻ ജോയൽ സൈനിങ് ഇൻ ടു റേഡിയോ പ്രിയർ വിത്ത് ഓർ ബിലൈവിംഗ് ഫാമിലി ടീച്ചർ ആൻഡ് 7B ഫ്രണ്ട്സ്. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. എല്ലാ വർഷവും ഇങ്ങനെ വിഷു വന്നു പോകുമ്പോൾ അതിന്റെ ഐതിഹ്യം എന്താണെന്നറിയാൻ ആഗ്രഹം തോന്നിയിട്ടില്ലേ? ദാ വിഷുവിന്റെ ഐതിഹ്യം പറഞ്ഞു തരുന്നു ഗൗരി ശങ്കർ NS. പ്രിയരെ, ഏവർക്കും സമൃദ്ധിയുടെ നന്മയുടെ വിഷു ആശംസകൾ. സമൃദ്ധിയുടെ അഭിവൃദ്ധിയുടെ ഒരു പൊൻപുലരി കണി കണ്ട് ഉണരുന്ന ദിനമാണ് വിഷു. എന്താണ് വിഷു എന്നും എന്തിനാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നതെന്നും നമ്മൾ മലയാളികൾ അറിയുവാൻ ശ്രമിച്ചാൽ ശാസ്ത്രവും ഐതിഹ്യങ്ങളും കൂടിക്കലർന്ന കുറേ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. വിഷു എന്താണെന്ന് അറിയുന്നതിനോടൊപ്പം വിഷുവം അഥവാ എക്കിനോസ് എന്താണെന്നും നാം അറിയേണ്ടതായിട്ടുണ്ട്. സൂര്യൻ ഭൂമധ്യരേഖ മുറിച്ചു കടന്നു പോകുന്ന ജ്യോതിശാസ്ത്ര സംബന്ധമായ പ്രതിഭാസത്തെയാണ് നമ്മൾ എക്കിനോസ് അഥവാ വിഷുവം എന്ന് പറയുന്നത്. ഈ ദിവസം രാത്രിയും പകലും തുല്യമായിരിക്കും. എക്കിനോസ് എന്ന വാക്കിന്റെ മൂലപദം ലാറ്റിൻ ഭാഷയിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. ഈക്വൽ നൈറ്റ് എന്നതാണ് ഇതിനർത്ഥം. മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ദിവസമാണ് നമ്മൾ വിഷുവായി ആഘോഷിക്കുന്നത്. പുതുവർഷത്തിന്റെ ആരംഭമായും ഒരു കൊല്ലത്തെ കൃഷിയിറക്കാനുള്ള ദിവസമായും നമ്മൾ വിഷു ആചരിക്കുന്നു. ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിൽ 2 നമ്മൾ വിഷുവായി ബന്ധപ്പെടുത്തി പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഒന്നാമത്തേത് ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത് വസന്തകാല ആരംഭത്തോടു കൂടിയാണ്. രണ്ടാമത്തേത് രാക്ഷസ രാജാവായ രാവണനെയും ലങ്കയെയും ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു. വിഷുവിന് തലേന്ന് നമ്മൾ ചപ്പുചവറുകൾ തീടുന്നത് ലങ്കാദഹനത്തെ സൂചിപ്പിക്കുന്നുവെന്നും പറയപ്പെടുന്നു. ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടാണ് നാം വിഷു ആഘോഷിക്കാറുള്ളത്. വിഷു എന്നാൽ മലയാളിയുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വിഷു കൈനീട്ടവും വിഷുക്കണി ദർശനവുമാണ്. കുടുംബത്തിലെ മുതിർന്ന കാരണവരാണ് നമുക്ക് എന്നും എപ്പോഴും കൈനീട്ടം ആദ്യം നൽകാറുള്ളത്. വീട്ടിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് കണി ഒരുക്കുന്നതിനുള്ള ചുമതല ഏറ്റവും കൂടുതൽ. വിളവെടുപ്പ് മഹോത്സവം ആയതുകൊണ്ട് തന്നെ വിഷു ഒരുക്കുന്നതിലും കാർഷിക വിളകൾക്കാണ് പ്രാധാന്യം. ഓട്ടുരുളിയിൽ ഉണ്ണിക്കണ്ണനെ അലങ്കരിച്ച് ഫലഭൂലാദികളാലും പുതുവസ്ത്രവും വാൽക്കണ്ണാടിയാലും നിലവിളക്ക് കത്തിച്ച് കൊന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഭംഗിയാക്കുന്നു. വാൽക്കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം കാണുന്നത് സർവ്വ ഐശ്വര്യവും വന്നു ഭവിച്ചിടും എന്ന് കരുതപ്പെടുന്നു. അമ്മമാർ തങ്ങളുടെ മക്കളെ ഉറക്കത്തിൽ നിന്നു വിളിച്ചുണർത്തി കണ്ണുപൊത്തി കണി കാണിക്കുവാൻ കൊണ്ടുവരുന്നു. കണ്ണു തുറന്ന് ഉണ്ണിക്കണ്ണനെയും
വാൽക്കണ്ണാടിയിൽ സ്വന്തം രൂപവും കണ്ട് കൈനീട്ടവും വാങ്ങുമ്പോൾ വരുന്ന വർഷത്തെ കണിക്കായുള്ള കാത്തിരിപ്പായി. ഉച്ചയ്ക്ക് ചക്ക ഇരിശ്ശേരിയും മാമ്പഴ പുളിശ്ശേരിയും പാലട പ്രഥമനും ഒക്കെയായി ഒരു ഉഗ്രൻ സദ്യ. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ സന്തോഷത്തിൽ നമ്മൾ കുട്ടികൾ വിഷുവിന് നമ്മൾ പടക്കം പൊട്ടിച്ച് മാറ്റുകൂട്ടുന്നു. പ്രകൃതിയും മനുഷ്യരും ഒന്നിക്കുന്ന ഈ നേർക്കാഴ്ചയ്ക്ക് വിഷു എന്ന വിളിപ്പേര് ഇട്ടതിൽ മലയാളിക്ക് എന്നും അഭിമാനിക്കാം. വിഷു ആഘോഷത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പടക്കം. പടക്കം പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു തൃക്കാക്കര ഫയർ സ്റ്റേഷനിലെ ഫയർ ഓഫീസർ സതീശൻ സാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തൃക്കാക്കര ഫയർ ഓഫീസറാണ്. എൻ്റെ പേര് സതീശൻ. നമുക്കറിയാം, ഈ 14-ാം തീയതി നമ്മുടെ വിഷു ആഘോഷിക്കുകയാണ് എല്ലാവരും. സ്വാഭാവികമായിട്ടും വിഷുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ പടക്കം പൊട്ടിക്കും, കമ്പിത്തിരി, മത്താപ്പ്, അതുപോലെ ഈ കരിമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മനസ്സിന് ഒരു സന്തോഷം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കും. അത് പ്രായഭേദമന്യേ കുട്ടികൾ ഉപയോഗിക്കും, മുതിർന്നവർ ഉപയോഗിക്കും. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഈ അപകടം ഉണ്ടാവാൻ, അതായത് പടക്കം പൊട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇതെല്ലാം കത്തുന്ന സമയത്തൊക്കെ നമ്മുടെ ദേഹത്തൊന്നും പൊള്ളലേക്കാത്ത രീതിയിലും പരിക്ക് പറ്റാത്ത രീതിയിൽ ഉപയോഗിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കുറേ പടക്കങ്ങൾ ഒരുമിച്ച് കൈ പിടിച്ചിട്ട് നമ്മൾ ഒരെണ്ണം എടുത്ത് അതിൽ നിന്നെടുത്ത് കത്തിക്കും. ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഇതിനെ തീ പിടിച്ച തിരി ഏതെങ്കിലും കാരണവശാൽ തിരിച്ചു വന്ന് ഈ ബാക്കിയുള്ള ഒരുമിച്ചിരിക്കുന്ന പടക്കത്തിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരേ സമയം നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ഒരുപാട് പടക്കങ്ങൾ ഒന്നിച്ച് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് അപകടം ഉണ്ടാക്കും. അതുപോലെ ഈ കമ്പിത്തിരി, മത്താപ്പ് പോലുള്ള സാധനങ്ങളെ കത്തിക്കുമ്പോൾ അത് പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിസമ്മതം കാണിക്കുന്ന കുട്ടികളുടെ കയ്യിൽ കൊടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ഇതെല്ലാം ചെയ്യുമ്പോൾ സുരക്ഷിതമായ ഒരകലം പരിപാലിക്കണം. അതുപോലെ തുറന്ന സ്ഥലത്ത് വെച്ചായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത്. ഇത് ഒരുമിച്ച് ഏതെങ്കിലും കാരണവശാൽ നമ്മളിത് ഉപയോഗിക്കാനായിട്ട് വാങ്ങിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു കാരണവശാലും ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നിന്നുണ്ടാകുന്ന അഗ്നിസ്ഫുലിംഗങ്ങളോ മറ്റോ അതിലേക്ക് എത്താൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മുതിർന്നവർ കൃത്യമായിട്ടും, പ്രത്യേകിച്ച് കുട്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ അവരുടെ ശ്രദ്ധയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. എല്ലാവരും വളരെ ശ്രദ്ധിച്ചു മാത്രം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഇത് വിൽക്കുന്ന സ്ഥാപനങ്ങളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ ഒരുപാട് സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിൽ അളവിൽ കൂടുതൽ സംഭരിക്കുക, അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഇത് ഒരാൾ വന്ന് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും സുരക്ഷിതമായിട്ടും ഉള്ള ഒരു വിഷു, അതോടൊപ്പം സന്തോഷകരവും ആഹ്ലാദകരമായിട്ടുള്ളൊരു വിഷു ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഈദ് ഉൽ ഫിത്തർ കാരുണ്യത്തിന്റെ പെരുന്നാളാണ്. ഈദ് ഉൽ ഫിത്തറിന്റെ ചരിത്രവും പ്രാധാന്യവും കേൾക്കാം ആരിഷാമിൽ നിന്നും. എമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഏറെ ആഘോഷത്തോടെയും പ്രാർത്ഥനകളോടെയും കൊണ്ടാടുന്ന പെരുന്നാളാണ് ഈദ് ഉൽ ഫിത്തർ. ഷവാൽ മാസത്തിന് ആരംഭം കുറിക്കുന്ന പെരുന്നാൾ കൂടിയാണിത്. റംസാനിന് ശേഷമുള്ള മാസമായ ഷവാലിലെ 1-ാം തീയതിയാണ് ഈദ് ഉൽ ഫിത്തർ. ഒരു മാസത്തെ നോമ്പിലൂടെയും വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും ആരോഗ്യവും പ്രതിരോധശേഷിയും വാഗ്ദാനം ചെയ്തതിന് അല്ലാഹുവിന് നന്ദി പറയുന്ന ദിവസമാണിത്. ഈദ് ഉൽ ഫിത്തർ എന്നാൽ നോമ്പ് തുറക്കുന്നതിൻ്റെ ഉത്സവം എന്നാണ് അർത്ഥം. ചന്ദ്രക്കല കാണുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പെരുന്നാൾ ദിവസം തീരുമാനിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ഈ വർഷത്തെ ഈദ് ഉൽ ഫിത്തർ ഏപ്രിൽ 10-ാം തീയതിയാണ് ആഘോഷിച്ചത്. പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും പലഹാരങ്ങൾ തയ്യാറാക്കിയും ദാനധർമ്മങ്ങൾ ചെയ്തും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സന്ദർശിച്ചുമൊക്കെയാണ് വിശ്വാസികൾ ഈദ് ആഘോഷിക്കുന്നത്. ചരിത്രം: വിശുദ്ധ റംസാൻ മാസത്തിലാണ് മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ ദർശനം ലഭിച്ചതെന്നാണ് വിശ്വാസം. റംസാനിലുടനീളം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നോമ്പിൻ്റെ അവസാനത്തെയും ഷവാൽ മാസത്തിൻ്റെ തുടക്കത്തെയും ഈദ് ഉൽ ഫിത്തർ സൂചിപ്പിക്കുന്നു. ഒരു മാസത്തെ നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠാനങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകിയതിന് അല്ലാഹുവിന് വിശ്വാസികൾ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഇസ്ലാം വിശ്വാസികൾ പരിശുദ്ധ സ്ഥലമായി കാണുന്ന കാബ ഉൾപ്പെടുന്ന സൗദി അറേബ്യയിലെ ഏറ്റവും ആദ്യം പെരുന്നാൾ പ്രഖ്യാപിക്കാറുള്ളത്. വടക്കേ ഇന്ത്യയിൽ ഈദ് ഉൽ ഫിത്തറിനെ മീട്ടി ഈദ്, മധുര പെരുന്നാൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്.
ഇസ്ലാമിലെ അടിസ്ഥാന കർമ്മങ്ങളിലൊന്നായ സക്കാത്ത് അഥവാ പാവങ്ങൾക്ക് പണം, ഭക്ഷണം, വസ്ത്രം തുടങ്ങിയവ നൽകുക എന്ന പുണ്യകർമ്മം ഈ വേളയിലാണ് ചെയ്യുന്നത്. പൊതുവെ ഫിത്തർ സക്കാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്ന രീതി പെരുന്നാൾ സംസ്കാരത്തിൻ്റെ മുൻപ് നിർവഹിക്കണം എന്നാണ് വിശ്വാസം. ആഘോഷം നന്മ പ്രവൃത്തികൾ ചെയ്താൽ 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇസ്ലാം മതവിശ്വാസം. നല്ല ലക്ഷ്യത്തിനായി സ്വയം തയ്യാറാകുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഐശ്വര്യവും ഐക്യവും സമാധാനവും പ്രദാനം ചെയ്യുന്നതാണ് റംദാനിലെ 30 ദിവസത്തെ പ്രതിഷ്ഠാനം എന്നും ഇസ്ലാം മതസ്ഥർ വിശ്വസിക്കുന്നു. സൂര്യോദയത്തിന് തൊട്ടു പിന്നാലെ നടത്തുന്ന പ്രഭാഷണത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തറിന് ആരംഭം കുറിക്കുന്നു. ഈദ് മുബാറക് എന്ന് പറഞ്ഞ് ആശംസകൾ അർപ്പിച്ചും മധുരപലഹാരങ്ങൾ പങ്കിട്ടും ഈ ദിവസം സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചൂട് കൂടുന്ന ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഡോക്ടർ രാജു കടമാടിനോട് ചോദിച്ചറിയാം. അയർലൻഡിൽ കാർഡിയോളജിസ്റ്റായി 25 വർഷത്തെ സേവനം കഴിഞ്ഞ് 2018 മുതൽ കേരളത്തിൽ ഫങ്ഷണൽ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റായി വെള്ളം മനുഷ്യ ശരീരത്തിൽ എന്തു ചെയ്യുന്നു എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുകയാണ് ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. സെന്റ് ഫിലോമിനാസിന്റെ റേഡിയോ പ്രിയോർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഓരോ വർഷവും ചൂട് കൂടിക്കൂടി വരികയാണല്ലോ. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം താപനില മുന്നറിയിപ്പുകളും ദിവസേന വരുന്നുണ്ട്. ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എല്ലാ സ്കൂൾ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രാജു. ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ചൂട് കൂടി വരികയാണ്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മുടെ ശരീരത്തിന് സ്വതവേ ഒരു താപനിലയുണ്ട്. അത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് 38 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ ഇടയിലാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അന്തരീക്ഷ താപനില ഇപ്പോൾ 40-40 കൂടുതലും പോകുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ശരീരം താങ്ങും എന്നുള്ള ഒരു സംശയം എപ്പോഴും ഉണ്ടാവും. അതിന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പലപ്പോഴും ഹീറ്റ് എക്സോസ്റ്റൻ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ജീവൻ തന്നെ അപായപ്പെടുത്തുന്ന ഒരു കണ്ടീഷനാണ്. അത് പണ്ടൊക്കെ നമ്മുടെ ഗുജറാത്തിലും രാജസ്ഥാനിലും മരുഭൂമി ഏരിയയിൽ ഉണ്ടാവുള്ളായിരുന്നു. ഇപ്പോൾ അല്ലാത്ത ഏരിയാസിലും നമുക്കിപ്പോൾ കാണാൻ തുടങ്ങി. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഹീറ്റ് എക്സോസ്റ്റൻ്റെ ലക്ഷണങ്ങൾ? തലവേദന, ഛർദി, ക്ഷീണം, ദാഹം, നമ്മുടെ കൈകാലിൻ്റെ കോർഡിനേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നാഡി വീക്കായിട്ടുള്ള നാഡി, ഇതൊക്കെയാണ് ഹീറ്റ് എക്സോസ്റ്റൻ്റെ ലക്ഷണങ്ങൾ. ഈ ഹീറ്റ് സ്ട്രോക്കിലും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഒരു അപസ്മാരം പോലെ വരികയും കോമ, അതായത് ബോധരഹിതരാകുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഉയർന്ന താപനിലയുടെ ആഘാതത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാനാകും? എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അമിതമായിട്ടുള്ള ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ? നമ്പർ 1, നമ്മൾ ഈ ചൂടുള്ള സമയത്ത് കഴിയുന്നതും പുറത്ത് പോയി കളിക്കാതെ ഇരിക്കുക. അതൊരു പറ്റുകയാണെങ്കിൽ ഒരു 10 മണി, രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയെങ്കിലും പുറത്ത് പോകാതെ നോക്കുക. പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പഴയ കാലങ്ങളിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർ എപ്പോഴും ഒരു കുട കരുതുമായിരുന്നു. അപ്പോൾ കുട ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺസ്ക്രീൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഈ സൺസ്ക്രീൻ എപ്പോഴും കെമിക്കലാണ്. അത് നമുക്ക് അഭികാമ്യമായിട്ടുള്ള ഒരു സാധനമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷെ അതിന് പകരം ഒരു ഫിസിക്കൽ ബാരിയർ, ഒരു കുട അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. വലിയ കൗബോയ്സൊക്കെ ഇടുന്ന ഹാറ്റുള്ള ആളുകൾക്ക് ഹാറ്റ് വേണമെങ്കിലും ഇടാം. പക്ഷെ അതൊന്നും നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചറിന് ചിലപ്പോൾ ചെയ്തില്ലായിരിക്കും. പിന്നെ നമ്മളുടെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഈ താപം, നമ്മുടെ ശരീരത്തിൻ്റെ താപം കൂടുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ വെള്ളമാണ്. അപ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വേണം. നിർജ്ജലീകരണം ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത്. അപ്പോൾ ഒരു 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മുടെ സ്കൂൾ കൂട്ടുകാർ എപ്പോഴും എല്ലാ ദിവസവും കുടിക്കണം. പിന്നെ നമ്മുടെ എയർ കണ്ടീഷനുള്ള സ്ഥലങ്ങളിൽ സ്കൂളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് പിന്നെ നമ്മുടെ ഡ്രസ്സിലും നമ്മൾ ശ്രദ്ധിക്കണം. കഴിയുന്നത്ര ലൂസായിട്ടുള്ള ഡ്രസ്സ്, ലൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ, കൂടുതലും എയർ
സർക്കുലേഷനുള്ള ഡ്രസ്സുകൾ ഇതൊക്കെ ചെയ്യുക. പിന്നെ വളരെ ചെറിയ ഭക്ഷണം, ലൈറ്റ് മീൽസ് കഴിക്കുക. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് മീൽസ് സാധാരണ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ശരീരം ചൂടാവുന്നത്. അപ്പോൾ അത് ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൾഡ് ഷവറിൻ്റെ അടിയിൽ പോയി നിന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് നനച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ശരീരം കുറച്ചുകൂടി തണുക്കുകയും ചെയ്യും. ആരോഗ്യമുള്ള ജീവിതം നയിക്കാൻ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഡോക്ടർക്ക് നൽകാനുള്ളത്? നമ്മുടെ ആരോഗ്യത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെ സംരക്ഷിക്കാം, അതിൽ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതിലൊന്ന്, നമ്മുടെ മനസ്സിനെ ശാന്തമായിട്ട് വെക്കുക. കറക്റ്റായിട്ട് പഠിക്കുകയും പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ പാഠപദ്ധതികളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷയുടെ സമയത്ത് നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കാം. ആ സമയത്താണ് കൂടുതലും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അസുഖങ്ങൾ വന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഗെയിംസും അങ്ങനത്തെ നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനൊരു ശാന്തതയും സമാധാനവും ഒക്കെ കിട്ടും. പിന്നെ നമ്മളുടെ വെള്ളം ഇഷ്ടംപോലെ കുടിക്കുക. ഒരു 2-2.5 ലിറ്റർ വെള്ളം കുടിക്കുക. ഭക്ഷണവും കഴിക്കുക, പക്ഷേ സമീകൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. കുറച്ച് റോ ആയിട്ടുള്ള സാലഡുകളും കുറച്ച് മോരും ഇതെല്ലാം നമുക്ക് കഴിക്കുക. അപ്പോൾ ഈ അന്നജം കഴിയുന്നത്ര കുറക്കാൻ നോക്കുക. പിന്നെയുള്ളത് നമ്മളുടെ എക്സസൈസ് എല്ലാ ദിവസവും കുറച്ചെങ്കിലും എക്സസൈസ് ചെയ്യണം. എക്സസൈസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കൈയും കാലും വെച്ചിട്ടുള്ള എക്സസൈസാണ്. അപ്പോൾ അതൊക്കെ പലവിധ യൂട്യൂബിൽ പലവിധ റുട്ടീൻസൊക്കെ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും കുറച്ച് എക്സസൈസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ കളിക്കുക, പുറത്തു പോയി. ഈ വൈകുന്നേരം ആകുമ്പോൾ ഈ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ പുറത്തു പോയി കളിക്കുക. പിന്നെ നമ്മുടെ ഉറക്കം എപ്പോഴും കറക്റ്റ് സമയത്ത് ഉറങ്ങുക. ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മൾ എണീക്കുമ്പോൾ എപ്പോഴും ഫ്രഷായിട്ട് തന്നെ എണീക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾക്ക് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ചെയ്യാവുന്ന ആരോഗ്യം സംരക്ഷിക്കാനുള്ള ചില മാർഗങ്ങൾ. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. വിലപ്പെട്ട അറിവുകൾ ഞങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ റേഡിയോ പ്രിയോർ പ്രോഗ്രാമിന് വേണ്ടി സമയം നീക്കിവെച്ച ഡോക്ടർക്ക് നന്ദി. നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു കഥയുമായി നമ്മുടെ കൊച്ചു കൂട്ടുകാരി സെന്റ് ഫിലോമിനാസ് LPSലെ ഫാത്തിമ ഫർസീന. എന്റെ പേര് ഫാത്തിമ ഫർസീന. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രുചി വൈകല്യം. ബനാറസ് എന്ന രാജ്യം ഭരിക്കുന്ന ബുദ്ധിമാനായ ഒരു രാജാവുണ്ടായിരുന്നു. പ്രായം കൂടുതലായപ്പോൾ അദ്ദേഹം ക്ഷീണിതനായി തീർന്നു. മകനെ അടുത്ത അവകാശിയാക്കണം. മകന്റെ ക്രൂരപ്രവർത്തികൾ ഓർത്ത് അദ്ദേഹത്തിന് വ്യസനം തോന്നി. രാജാവ് രാജഗുരുവിനോട് പറഞ്ഞു, അല്ലയോ ആചാര്യ, എന്റെ മകനെ സദ്ഗുണങ്ങൾ പഠിപ്പിച്ചാലും എന്റെ സ്ഥാനത്തിരിക്കുവാൻ അവനെ യോഗ്യനാക്കണം. രാജഗുരു അങ്ങനെ ചെയ്യുവാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാജഗുരുവും രാജകുമാരനും പൂന്തോട്ടത്തിൽ നടക്കുകയായിരുന്നു. ഒരു തളിരില എടുത്ത് രാജകുമാരനോട് രുചിച്ചു നോക്കുവാൻ പറഞ്ഞു. ഇല രുചിച്ച് രാജകുമാരൻ കാർക്കിച്ചു തുപ്പി. രാജഗുരു, എന്താണിത്? ഇത്ര കയ്പോ? എന്തിരയാണിത്? രാജഗുരു ക്ഷമയോടെ പറഞ്ഞു. ഇളം ഇലയ്ക്ക് ഇത്ര കയ്പാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും? രാജഗുരു നടന്നകന്നു. രാജകുമാരൻ പാഠവും പഠിച്ചു. തന്റെ തെറ്റ് മനസ്സിലാക്കിയ രാജകുമാരൻ രാജാവിന്റെ പ്രതീക്ഷക്കൊത്ത രാജാവായി തീർന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം തിരിച്ചറിവുണ്ടെങ്കിൽ അത് ഒരു പാഠമാണ്. LP സ്കൂൾ 2024-25 അധ്യയന വർഷത്തേക്കുള്ള LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നതായി അറിയിക്കുന്നു. സാന്ദ്രമധുരമായി ഒരു തമിഴ് ഗാനവുമായി നമ്മുടെ സ്വന്തം ഷിജു ചേട്ടൻ.
ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും, കേൾക്കുമ്പോതെല്ലാം ഉന്യാപകം താലാട്ടും. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും, കേൾക്കുമ്പോതെല്ലാം ഉന്യാപകം താലാട്ടും. എൻ കൺകളിൽ മകളിലെ ഉന്യാപകം സിറകടിക്കും. ഞാൻ ശ്വാസിക്കും ഉച്ചിനിലെ ഉന്യാപകം കലന്തിരുത്തും. ജ്ഞാപകങ്ങൾ മഴയാകും, ജ്ഞാപകങ്ങൾ കുടയാകും, ജ്ഞാപകങ്ങൾ തീനൂട്ടും, ജ്ഞാപകങ്ങൾ നീരൂട്ടും. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും, കേൾക്കുമ്പോതെല്ലാം ജ്ഞാപകം താലാട്ടും. கவிதை என்றாலே உன் பேரன் ஞாபகமே, கேட்கும் இசையெல்லாம் நீ பேசும் ஞாபகமே. பூக்களின் மேலே பனித்துளி பார்த்தால் முகப்பரு ஞாபகமே. அதிர்ஷ்டம் என்றதும் முந்தன் மற்றும் ஞாபகம், அழகு என்றதும் முந்தன் மொத்தம் ஞாபகம். ஏதோ ஒரு பாட்டு என் காதில் கேட்கும், கேட்கும் போதெல்லாம் உன் ஞாபகம் தாலாட்டும். தென்றல் என்றாலே உன் வாசல் ஞாபகமே, வசந்தம் என்றாலே உன் வருகை ஞாபகமே. தொட்டா சுருங்கி பார்த்தாலும் தன் வெக்கம் ஞாபகமே. அலகள் போலவே மோதும் உந்தன் ஞாபகம், மறந்து போனது எனக்கு எந்த ஞாபகம். ஏதோ ஒரு பாட்டு என் காதில் கேட்கும், கேட்கும் போதெல்லாம் உன் ஞாபகம் தாலாட்டும். என் கண்களில் மகளிலே உன் ஞாபகம் சிறகடிக்கும். ഞാൻ ശ്വാസിക്കും മൂച്ചിനിലെ ഉൻ ஞாபகம் കലർന്നിരിക്കും. ஞாபகங்கள் മഴയാകും, ஞாபகங்கள் കുടയാകും, ஞாபகங்கள் തീനൂട്ടും, ஞாபகங்கள் നീരൂട്ടും. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും, കേൾക്കും പോതെല്ലാം ஞாபகம் താലാട്ടും. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. വിഷുക്കഞ്ഞിയില്ലാതെ എന്ത് വിഷു? ആർക്കെങ്കിലും ഇതിൻ്റെ പാചകരീതി അറിയില്ലെങ്കിൽ കേട്ടോളൂ. ഹൃദയ VSന്റെ വിഷുക്കഞ്ഞി. സമയം വൈകിട്ടൊന്നുമില്ല, ഇത് കേട്ട് പഠിച്ച് ഉണ്ടാക്കിക്കോളൂ. വിഷുക്കഞ്ഞി. ചേരുവകൾ: പുഴുങ്ങലരി 1/2 കപ്പ്, പച്ചരി 1/2 കപ്പ്, ബട്ടർ ബീൻസ് 1/4 കപ്പ്, തേങ്ങാപ്പാൽ 2 കപ്പ്, തേങ്ങ ചിരകിയത് 1/4 കപ്പ്, ഉപ്പ് പാകത്തിന്, വെള്ളം 6 ഗ്ലാസ്. പാചകരീതി: ഒരു ചട്ടിയിൽ ബട്ടർ ബീൻസ് 5 മിനിറ്റ് വറുത്തെടുക്കുക. പച്ചരിയും പുഴുങ്ങലരിയും 3 കപ്പ് വെള്ളത്തിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുക. വറുത്ത ബട്ടർ ബീൻസ് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുക. വേവിച്ചു വെച്ചിരിക്കുന്ന അരിയിൽ 1 കപ്പ് തേങ്ങാപ്പാലും ഉപ്പും ചേർത്ത് വേവിച്ച ബീൻസ് ചേർത്ത് വീണ്ടും 5 മിനിറ്റ് വേവിക്കുക.
വിളമ്പുന്നതിന് മുമ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് ഇളക്കുക. രുചികരമായ വിഷുക്കഞ്ഞി. മേടപ്പൊന്നണി എന്ന കൊന്നപ്പൂക്കളുടെ ഗാനവുമായി ദാവീദ് പോൾ. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. തങ്കത്തേരിലേറും കുളിരന്തി താരകങ്ങൾ വരവർണ്ണഗീതരാജിയായി. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. തങ്കത്തേരിലേറും കുളിരന്തി താരകങ്ങൾ വരവർണ്ണഗീതരാജിയായി. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. ശ്യാമതീരങ്ങളിൽ പുതുകൗതുകം പൂത്തുവോ, രാഗലോലാമൃതം വരവേണുവിൽ പെയ്തുവോ. ശ്യാമതീരങ്ങളിൽ പുതുകൗതുകം പൂത്തുവോ, രാഗലോലാമൃതം വരവേണുവിൽ പെയ്തുവോ. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. തങ്കത്തേരിലേറും കുളിരന്തി താരകങ്ങൾ വരവർണ്ണഗീതരാജിയായി. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഖുറാനിൽ റമദാനുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ വായിച്ച് വിശദീകരിക്കുന്നു സിയാന അൻവർ. റമദാനുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ. അനസ് ബിൻ മാലിക് അന്നഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഊദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തമറാത്ത്. അർത്ഥം, അല്പം ഈന്തപ്പഴം കഴിച്ചിട്ടല്ലാതെ ഈദുൽ ഫിത്ർ ദിനത്തിൽ അള്ളാഹുവിൻ്റെ ദൂതൻ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് പോയിരുന്നില്ല. അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫിൽ അദ്ഹ വൽ ഫിത്രി സുമ്മ യഹ്തബ് ബഅദ സ്വലാത്ത്. അർത്ഥം, അള്ളാഹുവിൻ്റെ ദൂതൻ ഈദുൽ അദ്ഹയുടെയും ഈദുൽ ഫിത്റിൻ്റെയും പ്രാർത്ഥന നടത്തുകയും അതിനുശേഷം ഖുതുബ നൽകുകയുമാണ് ചെയ്തിരുന്നത്. ഹായ്, ജിനു ആൻറ്റി ആണല്ലോ അത്. ആൻറ്റി ഇവനെയും കൊണ്ട് എങ്ങോട്ടാണ്? സെന്റ് ഫിലോമിനാസിലും അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞ് ഇവനെ അവിടെ ചേർക്കാമെന്ന് വിചാരിച്ചു. അത് കൊള്ളാം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മികച്ചത് ഞങ്ങളുടെ സ്കൂൾ തന്നെയാണ്. അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു തരുന്ന വിശാലമായ ലൈബ്രറി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ലാബുകൾ, എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള നവീകരിച്ച കമ്പ്യൂട്ടർ ലാബുകൾ, AC കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പ്ലേ ഗ്രൗണ്ട്, കമ്പ്യൂട്ടർവൽക്കരിച്ച ക്ലാസ് റൂമുകൾ, ഉച്ചഭക്ഷണം, സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള യാത്രാ സംവിധാനം, 5ാം ക്ലാസ് മുതൽ സംസ്കൃത പഠനത്തിനായുള്ള അവസരങ്ങൾ, ചിത്രരചന ക്ലാസുകൾ, ചോക്ക് നിർമ്മാണം, വോളിബോൾ നെറ്റ് നിർമ്മാണം, ഫാഷൻ ഡിസൈനിങ്, പാചക പരിശീലനം, കരാട്ടെ, സെൽഫ് ഡിഫൻസ് ക്ലാസുകൾ, അതിഗംഭീരമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ബാൻഡ്, കായിക ഇനങ്ങളായ ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ കോച്ചിംഗ് ക്ലാസുകൾ, കലാപരമായ കഴിവുകൾ വളർത്താൻ ആവശ്യമായ ഗിറ്റാർ, വയലിൻ ക്ലാസുകൾ എന്നിവ ഇവിടെയുണ്ട്. SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബുകളും NMMS, USS തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായുള്ള പരിശീലനവും KCSL മോറൽ സയൻസ് ക്ലാസുകളും ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രകൃതിയെ സ്നേഹിച്ചു വളരാൻ ഞങ്ങൾക്ക് ഹരിതസഭയും നേച്ചർ ക്ലബ്ബുമുണ്ട്. ഓരോ വിശേഷ അവസരങ്ങൾക്കും മാറ്റുകൂട്ടാൻ വിഷയാധിഷ്ഠിത ക്ലബ്ബുകളും. പിന്നെ ഞങ്ങളുടെ എല്ലാം കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി ഒരുക്കി തരുന്ന സെന്റ് ഫിലോമിനാസിൻ്റെ സ്വന്തം റേഡിയോ പ്രിയോർ. 162 എപ്പിസോഡുകൾ പിന്നിട്ട് ജൈത്രയാത്ര തുടരുന്നു. കലാകായിക മത്സരങ്ങളിൽ ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ പങ്കെടുത്ത് സമ്മാനാർഹരായ ധാരാളം പ്രതിഭകൾ സ്കൂളിൻ്റെ മാറ്റുകൂട്ടുന്നു. ഇതിനെല്ലാം ഉപരി ഞങ്ങളെ മക്കളായി കണ്ട് കൂടെ കൊണ്ടു നടന്ന് പാഠങ്ങൾ പറഞ്ഞു തന്ന, അറിവിൻ്റെ ആഴങ്ങൾ പകർന്നു തരുന്ന
ഞങ്ങളുടെ സ്വന്തം ഗുരുക്കന്മാരും. സെന്റ് ഫിലോമിനാസിനെ കുറിച്ച് ഇത്രയും ആഴത്തിൽ അറിയാൻ കഴിഞ്ഞല്ലോ. സംസാരിച്ച് നടന്ന് സ്കൂൾ എത്തിയത് അറിഞ്ഞില്ല. അവിടെയാണ് ആൻറ്റി ഓഫീസ് റൂം. താങ്ക് യു മക്കളെ. ടാറ്റ. ബൈ. കൂനമാവ് സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തിലേക്ക് 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്കൂളിലെത്തി നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. മടിച്ചിരിക്കേണ്ടാട്ടോ, പോന്നോളൂ, ഞങ്ങൾ എല്ലാവരും ഉണ്ട് അവിടെ. ഓരോ ആഘോഷങ്ങളും ആചാരങ്ങളുമൊക്കെ കടന്നു പോകുമ്പോൾ അവയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സന്ദേശങ്ങൾ, നന്മകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചാലേ ഇതിനെല്ലാം അർത്ഥമുള്ളൂ. വിഷു നൽകുന്ന നന്മയുടെ വിജയം, ഈദ് നൽകുന്ന കാരുണ്യത്തിൻ്റെ മധുരം, അപരനു വേണ്ടിയുള്ള സഹനത്തിൻ്റെ ഈസ്റ്റർ, എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങളാവട്ടെ. വീണ്ടും ഒരു എപ്പിസോഡുമായി റേഡിയോ പ്രിയോർ വീണ്ടും അടുത്ത ആഴ്ച. റേഡിയോ പ്രിയോറിനു വേണ്ടി തങ്ങളുടെ കഴിവും സമയവും പൂർണ്ണമായി സമർപ്പിച്ച ശോഭ ടീച്ചറിനും ജോളി സാറിനും ടെക്നിക്കൽ സപ്പോർട്ടുമായി ഇവർക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന അലക്സ് അജി ചേട്ടനും മെൽവിൻ ചേട്ടനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. നൗ ഫാമില ടീച്ചർ വിത്ത് ഹെർ വാരിയസ് സൈനിങ് ഓഫ് ആഗ്നസ് സെനേറ്റ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ